വൈകാരികമായ ഒരു നിമിഷമാണ് നമുക്ക് ഈ മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ജനതയുടെ കണ്ണുനീര് വീണു കുതിരുന്ന ഒരു വലിയ കാഴ്ച, അത് നമ്മളെ കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കണ്ട് വൈകാരികമായ നിമിഷങ്ങളാണ് സുജയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഓരോ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോഴും അധികൃതർ എത്തുകയും ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആ ഉറപ്പുകൾ ഒരു കാലത്തും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള വലിയ ഗുരുതരമായ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ്. ഇതിനു മുമ്പ് പരിമളം പന്നിയാർ എസ്റ്റേറ്റിൽ മരണപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തുകയും ജനങ്ങളും ഒന്നിച്ചെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ആ കുടുംബങ്ങൾക്കൊക്കെ ആ സമയത്ത് നൽകാമെന്ന് പറയപ്പെടുന്ന ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല. അവരുടെ നഷ്ടപരിഹാരം പോലും നൽകുന്നില്ല. കുടുംബങ്ങൾ അനാഥമായി പോകുന്ന, ശിഥിലമായി പോകുന്ന ഒരു സ്ഥിതിയാണ്. ജീവിതം വഴിമുട്ടി പോകുന്ന കുടുംബങ്ങളെയാണ് നമുക്ക് ഈ കാട്ടാന ആക്രമണത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. അത് ഇനി തുടരുവാൻ അനുവദിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വയനാട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരും അതുപോലെ മറ്റ് അധികൃതരും അടിയന്തരമായി ഇടപെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇടുക്കിയിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി മാത്രമുണ്ടായാൽ നടപടി എന്നുള്ള ഉറപ്പ് ലഭിക്കണം. വനംവകുപ്പ് അധികൃതർ ഇവരെ നേരിട്ടെത്തി ചർച്ച നടത്തണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഈ വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ 10 ലക്ഷം അടക്കം നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും സർക്കാർ കാര്യക്ഷമമായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടരുമ്പോൾ അത്തരം യാതൊരു വിധമായിട്ടുള്ള സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കുവാൻ വനം വകുപ്പോ ഇല്ലെങ്കിൽ സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം അവർ ഉന്നയിക്കുന്നു. ഒരു സ്പെഷ്യൽ RRTയെ ഇവിടെ നിയമിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനടക്കം അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അതൊന്നും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മൂന്നാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വന്യമൃഗങ്ങൾ ഇന്നലെ ഈ കന്നിമല ടോപ്പ് ഡിവിഷനിലെ തൊഴിലാളി ലയങ്ങൾക്ക് സമീപമാണല്ലോ ഓട്ടോറിക്ഷയ്ക്ക് നേരെ ഒറ്റയാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്നവർക്ക് പരിക്കേറ്റിരുന്നല്ലോ, അവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? സുജയ, അവര് ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ തന്നെയാണ്, ചികിത്സയിലാണ്. പരിക്ക് സാരമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആരോഗ്യത്തിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും പരിക്ക് സാരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്.